സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് ക്രൂരമായ പീഡനം. 2 പെൺമക്കളുടെ അമ്മയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊന്ന കേസ്. വയറൊട്ടി വാരിയിലെ നട്ടലിനോട് ചേർന്ന് ഒടുവിൽ യുവതിയുടെ മരണം സംഭവിച്ചപ്പോൾ മനുഷ്യ മനസാക്ഷി പോലും വിറങ്ങലിച്ചതാണ്. കൊല്ലം തുഷാര കൊലക്കേസിൽ 6 വർഷത്തിനു ശേഷം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികളായ ഭർത്താവ് ചന്തുലാൽ, അമ്മ ഗീതാലാലി എന്നിവർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. കേരളത്തെ നടുക്കിയ പട്ടിണിക്കൊലയിൽ പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. ായിരുന്നു തുഷാരയുടെയും ഗ്രാഫിക് ഡിസൈനറായിരുന്ന ചന്തുലാലിന്റെയും വിവാഹം. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം കുറവ് വന്നിരുന്നു. ഇതായിരുന്നു ക്രൂരമായ പീഡനത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത്. 3 വർഷത്തിനുള്ളിൽ ബാക്കി പണം നൽകണമെന്ന ധാരണയിൽ തുഷാരയിൽ നിന്ന് ഉടമ്പടി പത്രം ചന്തുലാലും അമ്മ ഗീതാലാലിയും വാങ്ങി. എന്നാൽ 3 മാസമായതോടെ പ്രതികൾ പണത്തിന്റെ പേരിൽ നിരന്തരം പീഡനം തുടങ്ങി. 2 കുട്ടികൾ ജനിച്ചിട്ടും പീഡനം തുടർന്നു. കുട്ടികളെപ്പോലും കാണാനോ താലോലിക്കാനോ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. 2019 മാർച്ച് 21 രാത്രിയിലാണ് തുഷാരയുടെ മരണവിവരം വീട്ടുകാർ അറിഞ്ഞത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു എന്ന നിഗമനത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. വെയിറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ ഇതിന് വേണ്ട ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ഇതിലോട്ട് എത്തുന്നത്. അപ്പോൾ അത് നോളജ് ഉണ്ട്. അപ്പോൾ അത് 302 കൃത്യമായിട്ട് അതിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് ആദ്യം മുതൽ 302 ഉൾപ്പെടുത്തി തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 304B അത് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണെന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്തിട്ടുള്ളത്. മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം വെറും 21 കിലോ മാത്രമായിരുന്നു. ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശമില്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. തൊലി എല്ലിനോട് ചേർന്ന് മാംസം ഇല്ലാത്ത രീതിയിലായിരുന്നു ശരീരം. വയർ ഒട്ടി വാരിയൽ തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു. ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകളും ദൃക്സാക്ഷി മൊഴിയും കേസിൽ നിർണായകമായി. ഒരു ദിവസം തുഷാരയെ അടിക്കുന്നത് കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നു. സാക്ഷി വഴി പറയുന്നു. ടീച്ചറാണ് അതെ അല്ലല്ല 2ാം സ്ഥലം. അത് ടീച്ചർ വേറെയാണ്. ടീച്ചറിൻ്റെ അടുത്ത് ഈ പറയപ്പെട്ട അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത്. ടീച്ചർ 7ാം സാക്ഷിയാണ്. മിനി വർഗീസ് എന്ന ടീച്ചറുണ്ട്. ടീച്ചർ 7ാം സാക്ഷി. ടീച്ചറിനൊക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചു. അമ്മയുടെ പേരെന്ന് ചോദിച്ചു ഗീത എന്നാണ്. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തുഷാര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര എന്നാണെന്ന് അറിയുന്നത്. 25 സാക്ഷികൾ, 35 തെളിവുകൾ എന്നിവ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. തുഷാരയുടെ അമ്മയുടെ പേര് കുട്ടി പഠിക്കുന്ന അംഗനവാടിയിൽ തെറ്റായി പറഞ്ഞു നൽകിയെന്നും തുഷാര കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞിരുന്നതുമായുള്ള അധ്യാപികയുടെ മൊഴി കേസിൽ നിർണായകമായി. തുഷാരയെ മർദ്ദിക്കുന്നത് കണ്ടതായ അയൽവാസി ലിസിയുടെ സാക്ഷിമൊഴിയും കേസിന് ബലം കൂട്ടി. ഒടുവിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ തുഷാരയുടെ കുടുംബം ആശ്വാസത്തിലാണ്. ശിക്ഷ തന്നെ കൊടുത്താലോ കൊള്ളാവുന്ന അത്രയ്ക്ക് നരവേദന എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതിന് അതുപോലെ തന്നെ ഒരു നരവേദന അനുഭവിച്ച് മരിക്കണമെന്നുള്ളതായിരുന്നു. അവർക്കും അതേ രീതിയിലുള്ള നരവേദന അനുഭവിക്കും. ഒരു ഘട്ടത്തിൽ 3 മാസം വിവാഹം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാണ്. അന്ന് മുതൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളെ അകത്തോട്ട് അവിടെ ചെല്ലാനോ പിടിക്കാനോ ഒന്നും. എൻ്റെ മോള് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുണ്ടാകും. പോലീസ് ചെയ്ത് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും അവർ അനുവദിക്കാനോ നമുക്ക് പറ്റത്തില്ലായിരുന്നു. നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടി. പക്ഷേ കുഞ്ഞനുഭവിച്ച ആ ഒരു ഇതിന് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് പോരാ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായം. സംതൃപ്തനാണ്. പക്ഷെ എന്നാലും എൻ്റെ ചേച്ചിയെ അത്രയൊന്നും അവർ ജയിലിപ്പോൾ ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എൻ്റെ ചേച്ചിക്ക് നീതി കിട്ടിയത് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നും സ്ത്രീധന പീഡനം മരണത്തിനിടയാക്കിയെന്നും തുഷാരയെ അന്യായമായി തടങ്കലിൽ വെച്ചു എന്നുമാണ് കോടതി കണ്ടെത്തിയത്. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് എസ് സുഭാഷാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 കൊല്ലം.